ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വളരെ മനോഹരമായിട്ടുള്ളൊരു ബോയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു മാർഗ്ഗമാണിത്. ഉടുപ്പിൻ്റെയൊക്കെ ബാക്കിൽ നമ്മൾ കാണുകയല്ലേ ബോ വെച്ചിരിക്കുന്നത്. ആ ഒരു ബോ നമ്മൾ കുറച്ചും കൂടെ മനോഹരമായിട്ട് ലേസൊക്കെ വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. നമ്മളിത് പിന്നെ ഉപയോഗിച്ച് ബാക്കിൽ ചെയ്തു വെക്കുകയാണ് ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കുന്ന ഒരു മെത്തേഡാണിത്. അപ്പോൾ ഞാൻ ഇത്ര സാധനങ്ങളാണ് ഇതിൻ്റെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതൊരു ലേസാണ്, ഗോൾഡൻ ലേസ്. ഇത് ഞാൻ ഇതിൻ്റെ നീളം എടുത്തിരിക്കുന്നത് ഒരു 25 ഇഞ്ചാണ്. ഇത്ര നീളം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതേപോലെ ഒരു വലിയ പിന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് വീതിയുള്ളൊരു തുണിയാണ്. 8 ഇഞ്ചാണ് ഇതിൻ്റെ വീതി, 13 ഇഞ്ച് നീളവും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ 2 പീസ് തുണി ഞാൻ എടുത്തിട്ടുണ്ട്. ഒരേ വലുപ്പത്തിലുള്ള 2 തുണിയാണിത്. അപ്പോൾ 7 ഇഞ്ചാണ് ഇതിൻ്റെ വീതി. അതേപോലെ 11 ഇഞ്ച് നീളമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഒന്ന് മടക്കിയെടുക്കുക. ഇതിൻ്റെ മടക്കുവശം നമ്മുടെ വശത്തേക്ക് വരുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത്. ഇതുണ്ടോ, ഇതേ രീതിയിലാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. 2.5 ഇഞ്ച് മുകളിലേക്കൊന്ന് ഇതേ രീതിയിലൊന്ന് മാർക്ക് ചെയ്യുക. നമ്മുടെ ഓപ്പൺ സൈഡിലേക്കാണ് ഞാൻ ഇതേപോലെ ഒന്ന് ചെരിച്ച് വരയ്ക്കുന്നത്. മടക്ക് വെച്ചിരിക്കുന്ന ഭാഗത്തേക്കല്ല കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി മുകൾ ഭാഗത്ത് നമ്മളൊരു 2 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. നമുക്കിതേപോലൊരു ലൈനാക്കി മാറ്റാം. ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഈ രീതിയിലാണ് കിട്ടുന്നത്. 2 പീസും ഒരേ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇതിന് നമുക്കിന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കുക. അതിന് ശേഷം നമ്മൾ ഒരു 3 ഇഞ്ചോളം ഒരു ഗ്യാപ്പ് ഇട്ടിട്ടതിന് ശേഷമാണ് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത്. ഈ ഒരു ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നില്ല. ഇനി ഇവിടെ മുതലാണ് നമ്മൾ ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. 4 വശം ഇത്ര നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നില്ല കേട്ടോ, അത് സ്റ്റിച്ച് ചെയ്ത് എടുക്കരുത് കേട്ടോ. അപ്പോൾ അതൊന്ന് ഓർമ്മയിൽ വയ്ക്കുക. ഇനി ഈ രീതിയിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിൽ ഇപ്പോൾ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബെൽ ബട്ടണെ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കതിനെ മറിച്ചിട്ടെടുക്കാം. അതിൻ്റെ കോണുകളൊക്കെ നല്ല രീതിയിലൊന്ന് പോയിൻ്റൊക്കെ ഒന്ന് ആക്കിയെടുത്തിട്ട് നമുക്കതൊന്ന് കൃത്യമായിട്ട് നയൻ ചെയ്ത് നീറ്റാക്കി എടുക്കാം കേട്ടോ. ഈ ഒരു പീസിലാണ് നമുക്ക് നമ്മുടെ ബോയുടെ എല്ലാം ഭംഗിയിരിക്കുന്നത് കേട്ടോ. അപ്പം അത്രമാത്രം വൃത്തിയിൽ കോണൊക്കെ നല്ല രീതിയിലൊന്ന് പോയിൻ്റ് കറക്റ്റാക്കി എടുത്തിട്ട് നന്നായിട്ട് നയൻ ചെയ്തെടുക്കുക. ഈ ഒരു ഭാഗം ഓപ്പൺ ആയിട്ടുണ്ട്. ആ ഓപ്പൺ സൈഡ് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എപ്പോഴും ഒന്ന് കെട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നമ്മളുടെ ബോയൊക്കെ അഴിഞ്ഞു പോകും കേട്ടോ. അതുപോലെ നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നല്ല നീറ്റായിട്ട് നമ്മുടെ ബോയെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ ഒന്ന് മടക്കുക. ഇതേപോലെ ഒന്ന് വെച്ചിട്ട് നമുക്ക് ചെറിയ പ്ലേറ്റ്സ് 2 സൈഡിൽ നമ്മൾ മടക്കിയതിൻ്റെ 2 സൈഡിലും ഒരേപോലെ സെയിമായിട്ട് പ്ലേറ്റ്സ് വരാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ തന്നെ നമ്മുടെ ഒരു ബോഡി ഷേപ്പൊക്കെ വന്നിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് നമ്മുടെ ഗോൾഡൻ റിബൺ എടുത്ത് നമുക്കിതേപോലെ ഒന്ന് ചുറ്റിയെടുക്കാം. ഒന്ന് ടൈറ്റായിട്ടൊന്ന് ചുറ്റിയെടുക്കാം. നല്ല ഭംഗിയിൽ ഇപ്പം തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്കിങ്ങനെ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
കട്ട് ചെയ്ത് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഉണ്ടാവും നമ്മുടെ ബോ ഏകദേശം മനോഹരമായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്കിതിനൊരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഈ ഒരു പീസും കൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ രീതിയിലൊന്ന് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് ഒരു 1/4 ഇഞ്ചിൽ നമുക്ക് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ കൃത്യമായിട്ട് അതിന് പോയിൻ്റൊക്കെ കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ ഒന്ന് കൈ ചേർത്ത് അമർത്തി വെച്ചിട്ട് ചുളുക്കമൊന്നും കൂടാണ്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിനൊന്ന് തിരിച്ചിട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ രീതിയിലൊരു പോയിൻ്റ് കറക്റ്റായിട്ട് കിട്ടുന്ന രീതിയിൽ നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. രണ്ടും അതേപോലെ ഒന്ന് ചെയ്തെടുക്കാം. വീട്ടിൽ വളരെ ഭംഗിയായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നമ്മൾ ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാർ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ ഭാഗം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. നമുക്ക് നമ്മുടെ ബോ ചെയ്ത് വെച്ചിരിക്കുന്ന ഇതേ രീതിയിലൊന്ന് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഈ ഒരു സൈഡിൽ കൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മുടെ റിബൺ കൂട്ടിയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെയാണ് കിട്ടുന്നത്. ഇതിൻ്റെ ബാക്കിൽ നമുക്കിനി ഒന്ന് പിൻ ചെയ്ത് വയ്ക്കാം. നമുക്ക് ഉടുപ്പിലേക്ക് കുത്തേണ്ട സമയത്ത് മാത്രം നമുക്ക് ഉടുപ്പിലേക്കൊന്ന് സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ബോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.